മാന്നാർ കലാകൊലക്കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 21 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. അതേസമയം പ്രതികളെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കും. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട്. വിനയ, പ്രതികളുമായുള്ള ചോദ്യം ചെയ്യൽ തെളിവെടുപ്പിനൊക്കെ ഇന്ന് സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ കലയുടെ ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. അതിലെന്തായാലും മാന്നാർ കൊലപാതക കേസിൽ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 21 സംഘത്തെ നിയോഗിച്ചു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തയനുസരിച്ച്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് മാന്നാർ, അമ്പലപ്പുഴ സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം 21 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇവരാണ് പ്രധാനമായും ഈ മാന്നാർ കൊലക്കേസ് അന്വേഷിക്കുക എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഇസ്രായേലിലുള്ള അനിൽ, കലയുടെ ഭർത്താവായിട്ടുള്ള അനിലിനെ കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞ് അദ്ദേഹത്തിന് രക്തസമ്മർദ്ദം ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം സത്യസന്ധമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും എന്തായാലും വന്നിട്ടില്ല. ഈ ബന്ധുക്കളായ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു എന്നും വീട്ടിൽ ഇത്തരത്തിൽ പരിശോധന, സെപ്റ്റി ടാങ്ക് അടക്കം പരിശോധന നടത്തിയെന്നും അറിഞ്ഞ് രക്തസമ്മർദ്ദം വന്നു എന്നാണ് പറയുന്നത്. അത് രക്തസമ്മർദ്ദം വന്ന് ഇസ്രായേലിലുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇസ്രായേലുള്ള ആശുപത്രിയിലെ ജീവനക്കാർ അനിലിന്റെ കുടുംബത്തെ അറിയിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ രക്തസമ്മർദ്ദം ഉണ്ടായെന്നാണ് പറയുന്നത്. ഈ കസ്റ്റഡിയിലുള്ളത് നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ്. ഇതിലെ 1-ാം പ്രതിയാണ്. സ്വാഭാവികമായിട്ടും ഇവരാണ് 2ഉം 3ഉം 4ഉം പ്രതികൾ. 1-ാം പ്രതിയാണ് ഭർത്താവായിട്ടുള്ള അനിൽ. എന്തായാലും അനിലിനെ കൊണ്ടുവരാനുള്ള നടപടികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ തരത്തിലുള്ള ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ് ഈ കലാകൊലക്കേസ്. അതേസമയം തന്നെ ഫോറൻസിക്സ് അധികൃതർ പറയുന്നതനുസരിച്ച് മൃതദേഹാവശിഷ്ടമില്ലെങ്കിലും കേസ് തെളിയിക്കാനാകുമെന്ന തരത്തിലും പറയുന്നുണ്ട്. എന്തായാലും ഈ സർക്കാർ നടപടികളിലൂടെയാണ് ഈ നാട്ടിലെത്തിക്കാൻ, ഈ ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടക്കുന്നതെങ്കിൽ കൂടി വളരെ അതും വൈകാൻ സാധ്യതയേറെയാണ്. കാരണം ഈ സർക്കാർ തലത്തിലുള്ള നടപടികളിലൂടെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം അതിന് ബ്ലൂ കോർണർ തിരച്ചിലും പിന്നീട് റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അതിന് ഇന്റർപോളാണ് ഈ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടത്. ഇതിന്റെ ആദ്യഘട്ടമായി പോലീസ് തിരച്ചിൽ സർക്കുലർ പുറത്തിറക്കണം. അതിനുശേഷമാണ് ഈ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കിയതിനു ശേഷം പിന്നീട് കോടതി വഴി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം റെഡ് കോർണർ നോട്ടീസിനുള്ള പോലീസിന്റെ അഭ്യർത്ഥന കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറണം. തുടർന്നാണ് ഇന്റർപോളിന്റെ ആദ്യ നോഡൽ ഏജൻസിയായ CBI ആണ് റെഡ് കോർണർ നോട്ടീസ് ഇത്തരത്തിൽ ഇറക്കാൻ ശുപാർശ നൽകേണ്ടത്. ഇത്തരത്തിൽ നിരവധി കടമ്പകളുണ്ട്. എന്തായാലും സർക്കാർ ാണെങ്കിൽ കൂടി, സർക്കാർ നടപടികളിലൂടെ ആണെങ്കിൽ കൂടി അനിലിനെ നാട്ടിലെത്തിക്കണമെങ്കിലും വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളുണ്ട്. എന്തായാലും അത്തരത്തിൽ നടപടിക്രമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അനിലിനെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും വലിയ രീതിയിലുള്ള പ്രയാസം നിറഞ്ഞ ഒരു ഘട്ടമാണ് പോലീസിന് മുമ്പിൽ. എന്തായാലും വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ എന്തായാലും പോലീസിന് മുൻപിലുണ്ട്. വലിയ രീതിയിലുള്ള പല കടമ്പകൾ കടക്കേണ്ടതുണ്ട് പോലീസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടി. സംസ്ഥാന പോലീസ് മുതൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇന്റർപോളും വരെ ഉൾപ്പെടുന്ന നടപടികൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു നടപടികൾ തന്നെയാണ്. എന്തായാലും നിലവിൽ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അനിലിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന് മുമ്പിൽ വലിയ രീതിയിലുള്ള സങ്കീർണങ്ങളാണ് എന്തായാലും ഉള്ളത്. കഴിഞ്ഞ ദിവസം FIR പുറത്തു വന്നപ്പോൾ തന്നെ മനസ്സിലായതാണ് കലയെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത്. സംശയത്തിന് നിഴലിലാണ് കലയെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഈ FIR പുറത്തു വന്നപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്.
ഇത് തന്നെയാണ് ഇന്നലെ കോടതിയിലും പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കലയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ കലയെ എറണാകുളത്ത് നിന്നും കാറിലാണ് അനിൽ കൊണ്ടുവന്നത് എന്നുള്ള തരത്തിലും കാറിൽ വെച്ച് കൊലപ്പെടുത്തുകയാണെന്ന തരത്തിലും മദ്യം നൽകി കൊലപ്പെടുത്തുകയാണെന്നും ഇന്നലെ FIR-ൽ ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ചുണ്ടായിരുന്നു. ഈ മറ്റൊരു പുരുഷന് ഈ കലയുടെ വീട്ടുകാരോടുമായി സംസാരിച്ചപ്പോൾ പ്രധാനമായും അവർ പറഞ്ഞത് പാലക്കാടിൽ മറ്റൊരു പുരുഷനുമായി ജീവിക്കുകയാണെന്നാണ് അവർ കരുതിയത് എന്നാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് കല എറണാകുളത്ത് ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ വീട്ടിൽ നിന്നും പിണങ്ങി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി കല അനിലുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അനിൽ കാർ വാടകയ്ക്കെടുത്ത് കാർ വാടകയ്ക്കെടുക്കുകയായിരുന്നു. പിന്നീടാണ് കലയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ കാറിൽ ആ സമയം കലയും അനിലും മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊല നടത്തിയ ശേഷം അനിൽ സുഹൃത്തുക്കളെ ബന്ധപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കണം എന്ന രീതിയിൽ ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് പിന്നീട് സുഹൃത്തുക്കളും എത്തുന്നത്. ആദ്യം നമ്മൾ വിചാരിച്ചത് 5 പേരാണ് പ്രതികൾ എന്നാണ്. ഈ കേസിലെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കൂടി പിന്നീട് അവസാനം 3 പേരായി ചുരുങ്ങുകയായിരുന്നു. സുരേഷ് എന്നയാൾ ഇപ്പോൾ നമ്മൾ പ്രതി എന്ന് വിചാരിച്ചിരുന്ന സുരേഷ് എന്നയാൾ പിന്നീട് പരാതിക്കാരനായി മാറുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. കാരണം ഈ സുരേഷ് പിന്നീട് പരാതിക്കാരനാവുകയും പോലീസിന് ഒത്താശ ചെയ്യുക അല്ലെങ്കിൽ പോലീസിന് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു സഹായം ചെയ്തു നൽകിയത് ഇത്തരത്തിൽ സുരേഷ് ആയിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ഇന്ന് ഈ കേസ് ചുരുളഴിയുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോലീസിനെ സഹായിച്ചത് സുരേഷാണ്. കൂടുതൽ തെളിവുകൾ നൽകിയത് സുരേഷ് തന്നെയാണ്. എന്തായാലും ഇനി നടപടിക്രമങ്ങളാണ്. ഇന്ന് പ്രതികളെ കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇന്ന് എന്തായാലും പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ തെളിവെടുപ്പ് നടത്തി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. അതിനുവേണ്ടി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇസ്രായേലിലുള്ള അനിലിനെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളും എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും 15 വർഷത്തിന് ശേഷമാണ് 2009-ലാണ് കല കൊല ചെയ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 15 വർഷം പിന്നിടുമ്പോൾ ഈ കേസ് വീണ്ടും കുത്തിപ്പോക്കുക അല്ലെങ്കിൽ വീണ്ടും ഒരു അന്വേഷണം ഈ കേസിൽ തുടങ്ങുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അനിലിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആതിര, വ്യക്തമാണ്. മാന്നാർ കലാക്കൊലക്കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 21 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. അതേസമയം പ്രതികളെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കും.